ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പാപ്പി ഇതാ കുളിച്ച് റെഡിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഭക്ഷണം പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, കൊടുക്കണം. അപ്പോൾ മീൻ കറി വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീൻ കറി വയ്ക്കാൻ വേണ്ടി ചെറിയുള്ളിയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തായാലും നമ്മൾ യൂട്യൂബിൽ നിന്നും വീഡിയോസൊക്കെ ഇടണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടുകയും വേണമല്ലോ. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം ഇടണം എന്നാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിഷമങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുക. വിഷമം പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ വിഷമം പറയാം. നമ്മുടെ പാപ്പി എന്നതാണ് നമ്മുടെ വിഷമവും സന്തോഷവും എല്ലാം, നമ്മുടെ ലോകം എല്ലാം അത് തന്നെയാണ്. എന്താണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ചാനൽ തുറന്നാൽ കാണാൻ പറ്റുന്നത് പ്രണവ്, പ്രവീൺ അവരിൻ്റേതാണല്ലേ. അവരെത്ര നന്നായി വീഡിയോസ് ഇട്ട വ്യക്തികളാണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ വീഡിയോസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രവീണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയാണെങ്കിലും ഇവർ തമ്മിലുള്ളൊരു അടുപ്പമൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഞ്ഞനിയനെ പോലെ കൊണ്ട് നടക്കുക, അങ്ങനെ ഉള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. അയ്യോ ഇങ്ങനെയോ ഒരു അനിയെ, അതേപോലെ തന്നെ അച്ഛനും അമ്മയാവട്ടെ അവരെ താഴെ വയ്ക്കാതെ 3 പേരെയും ഒരേപോലെ നോക്കണം. അങ്ങനെ വീഡിയോസിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിങ്ങനെയാണ് വീട് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അച്ഛൻ അമ്മ അല്ലെങ്കിൽ കൂടപ്പിറപ്പ് ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ നിന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ട് അവർ വീഡിയോസ് അവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. കിട്ടുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം കടന്നു വരില്ലേ. അതുകൊണ്ട് പക്ഷേ എന്താ പറയുക, അത് ഒരു അഭിനയം മാത്രമായിരുന്നെന്ന് എത്ര പെട്ടെന്നാണല്ലേ തിരിച്ചറിയാൻ പറ്റിയത്. ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്ത് ഇപ്പോൾ മറ്റുള്ള ചാനലുകാരൊക്കെയാണ് അതിന് വന്നിട്ട് ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആരാ ശരി ആരാ തെറ്റെന്ന് നമുക്കറിയില്ല. അവർക്ക് മാത്രം അറിയുള്ളൂ എന്താ പ്രശ്നം, എന്താണ് ഇനിയിപ്പോൾ ആരാ കുറ്റക്കാർ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റുള്ള ചാനലുകാർക്ക് കുറേ വ്യൂസും കാര്യങ്ങളും കിട്ടുന്നല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവരെന്തായാലും ഒന്നിച്ച് വീഡിയോ ഇടണം, എന്നാലാണ് ഒരു രസം. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ പ്രണവ് പ്രവീണെ കുറിച്ച് അറിയുമോ? ഇന്നലെ നമ്മൾ ലൈവിൽ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു അവരെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫാമിലി കൂടിയാണ് കേട്ടോ അവരുടെ. ഇത് എനിക്ക് അത്രേ ഉള്ളൂ. പക്ഷെ അവർ എത്രയും വേഗം ഒന്നിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എന്താ വെച്ചാൽ എനിക്കും അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടിയാണ് ഞാനും പറയണത്. അവർ വേഗം ഒന്നിച്ച് നല്ലൊരു ഇതാവട്ടെ എന്നുള്ളത്. എന്തായാലും ആരുടെയില്ല തെറ്റ് ശരിയൊന്നും നമുക്കറിയില്ല. അപ്പോൾ രാവിലെ മീൻ കറിയൊക്കെ വെച്ചിട്ട് ഇതാ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴച്ച് വെച്ച ശേഷം ഇതാ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഇങ്ങനെ വെച്ചു. അതിൻ്റെ മീൻ കറിയുമായി കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അവരുടെ കാര്യമല്ല, അതൊരു കണ്ടൻറ്റായിട്ട് നമ്മൾ എടുത്തതല്ല. അതുകൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി നന്നായി തിളച്ച് മീനൊക്കെ നല്ലപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി പാപ്പിക്ക് പുട്ടും മീൻ കറിയും കൂടി കൊടുക്കണം. അച്ഛൻ പണിക്ക് പോയി, രോഷിക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടില്ലേ. ഇനി ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത്രയും ചോറ് കൊണ്ടുപോയി കളയാൻ പറ്റില്ലല്ലോ എന്നുണ്ട്. പിന്നെ പാത്രം കഴുകൽ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ അടിച്ചൊക്കെ വിടാനുണ്ട്. അതൊക്കെ ഇടയിൽ കൂടെ അങ്ങനെ ആ പണിയും നടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതെല്ലാം അവിടെയൊക്കെ വൃത്തിയാക്കി വന്ന ശേഷം നമ്മുടെ പാപ്പിക്ക് പുട്ടും മീൻ കറിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പാപ്പിയും അമ്മയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ പറഞ്ഞപ്പോഴാണ് അവർ എന്തായാലും പിന്നെയും അവരുടെ കാര്യം പറയാമെന്ന് ചിന്തിക്കല്ലേ. അവരുടെ വീഡിയോസ് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആക്കുക ഡിലീറ്റ് ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രണവിൻ്റെ വീഡിയോ അതാണ് അതായത് അത് അവർ രക്തബന്ധമാണ്, ഒരു കുടുംബമാണ്. അവർ പരസ്പരം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു ഒരു ദേഷ്യത്തിന് വേഗം എടുത്ത് കടലിൽ ചാടാം. പക്ഷെ ആ ഒരു ദേഷ്യം മാറുന്ന സമയത്ത് നീന്തി കയറണം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇത്രയും സന്തോഷത്തോടു കൂടി പോയൊരു കുടുംബം ഇങ്ങനെ പിണങ്ങി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അത് വല്ലാത്ത രീതിക്ക് വൈറലാവുകയും ഒരുപാട് ആളുകൾ അത് കണ്ടൻറ്റായി യൂസ് ചെയ്ത് വീഡിയോ ഇട്ട് ലോകം മുഴുവനും അറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ പ്രൈവറ്റൊക്കെ ആക്കി വെച്ചിട്ട് എന്താ കാര്യം, അറിയേണ്ടവർ മൊത്തം അറിഞ്ഞില്ലേ ഇവരുടെ ഫാമിലി ഇങ്ങനെയാണ്, ഇങ്ങനെ വഴക്കാണെന്ന്.
പക്ഷേ ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം ഇവരൊരിക്കലും പിരിയല്ലേ, ഇവർ പണ്ടത്തെ പോലെ തന്നെ വീഡിയോസൊക്കെ അഭിനയം അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ സ്നേഹത്തോടെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്തായാലും ഇവരിപ്പോൾ നെഗറ്റീവായിട്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒന്ന് ഫുള്ളായി വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. രാവിലെ എടുത്തു കഴിഞ്ഞു, പിന്നെ എന്തൊക്കെയൊക്കെയോ പണിയിലായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ശരി നമ്മൾ പോയി വന്ന ഇതൊക്കെ പറയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അത് നമ്മുടെ പാപ്പി ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. സുന്ദരി പാപ്പിക്ക് ഒരു ലേസ് വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ ലേസ് വാങ്ങിക്കുമ്പോഴൊക്കെ വീഡിയോയിൽ പാപ്പി വരുന്നുണ്ട് ലേസും പിടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ എടുത്ത് ഓരോന്ന് എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. കഴിഞ്ഞു കേട്ടോ. ഇതിന് രണ്ടാണ് ഞാനും എടുത്തു. അപ്പോൾ നമ്മൾ അവിടെ കൊടുങ്ങല്ലൂർ പോയി വരുമ്പോൾ പാപ്പിക്ക് ഒരു കോഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ പാപ്പിൻ്റെ കോഴി, കൊക്കട കോഴി കോഴി ഇതിൽ കഴിഞ്ഞു ഇനിയില്ല. പൊട്ടിച്ച് ഇങ്ങനെയാക്കി പൊട്ടിച്ചു കൊടുത്താൽ ഇതിന് ഒക്കെ എടുത്ത് ഓരോന്ന് എടുത്തെടുത്ത് കഴിക്കും. കഴിഞ്ഞു കേട്ടാ. ഇവിടെ ഇരിക്കട്ടെ. പാപ്പുവിൻ്റെ കോഴി. എന്നെ പാപ്പുവിന് കോഴിയും കാക്കയൊക്കെ ഇഷ്ടമല്ല. ഞങ്ങൾ കാക്കനെ നോക്കി, കാക്കനെ കിട്ടിയില്ല. കോഴിയാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ അതൊരു ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ബോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചേച്ചിയെ വാങ്ങിച്ചു, ഞാനല്ല. ബോൾ വാങ്ങിച്ചു. പിന്നെന്താണ്, പിന്നെ ചേച്ചി വരുന്ന സമയത്ത് പാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇതൊരു ടർക്കിയാണ്. ഇപ്പോഴും ആൻറ്റിക്ക് പാപ്പി കുഞ്ഞു മാവിയാണ്. ഒരു ടർക്കി ഉണ്ടോ. പുറത്തൊക്കെ പോവുകയാണെങ്കിലോ ഒക്കെ ഇവൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ടർക്കിയാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലേ ടർക്കി, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. പാപ്പിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബസ്സിലൊക്കെ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലേ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഉള്ള തണുപ്പടിക്കാതെ കൂട്ടിയിട്ട് വരാം. ഒരു ടർക്കി ഉണ്ട്. പിന്നെന്താണ്, പിന്നെ ഏറ്റവും ഉപകാരമുള്ളൊരു ഇതാണെന്ന് കുറേ ഇത് വാങ്ങിക്കണം വിചാരിച്ചുകൊണ്ടിരുന്നു. അതാ കോഴി താഴെ പോയി പിടിച്ചോ. ഒരു ബുക്കാണ് ബേഡ്സിൻ്റെ. വേണ്ട അതിൻ്റെ നമ്മൾ ലൈവിലിരിക്കുമ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് പാപ്പിക്ക് കാണിച്ചു കൊടുക്കണം, അവൾ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ബുക്ക്. പിന്നെ ഒരു വലിയൊരു ബസ് ഇതിൽ കൂടെ പോകും, ടൂറ് പോകുന്ന ഒരു രാജ്യമാണ് തോന്നുന്നു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു ബുക്സ് അല്ല, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ എന്താണ്, മീൻ വാങ്ങിച്ചു വരുന്ന വഴിക്ക്. മത്തി ഒരു എന്താ പറയുക, 1 കിലോ മത്തി 100 രൂപ, 1 കിലോ അയില 100 രൂപ. അപ്പോൾ കൊടുങ്ങല്ലൂർ നിന്ന് എനിക്ക് വണ്ടി എടുത്ത് കുറച്ച് ഇങ്ങനെ ആകുമ്പോൾ അവിടെ റോഡ് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാപ്പിക്ക് മീൻ ഇഷ്ടമാണ്, പറഞ്ഞ് മീൻ വാങ്ങിച്ചു. പിന്നെ കൂർക്ക വാങ്ങിച്ചു, പഴം വാങ്ങിച്ചു. പിന്നെന്താ പാപ്പി വാങ്ങിച്ചത് നമ്മൾ? ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ടല്ലോ, മീൻ കറിയുണ്ട്, ചോറുണ്ട്. എന്നാ നിന്റെ കോഴി എടുക്കുന്ന കോഴി കൊക്കരെ കോ. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ ഇവിടെയൊക്കെ ശരിയാക്കി ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി അവിടെയൊക്കെ പോയി വൃത്തിയാക്കി ഒക്കെ ചെയ്ത് വെച്ചിട്ട് വന്നു. അപ്പോൾ കുളിക്കാൻ സമയം വൈകി. ഇപ്പം തന്നെ കുളിച്ചു. തല പോലും ഉണങ്ങിയിട്ടില്ല, അതാ ഉണങ്ങാതെ അങ്ങനെ കിടക്കണ്ട. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നു. ചോറ് വേകണേ ഉള്ളൂ. ഇത് കണ്ണി കുത്തും, ഇങ്ങനെ പിടിക്കും, കോഴിനെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ കണ്ണി കുത്തില്ല കോഴി. അപ്പോൾ ചോറ് വേകണേ ഉള്ളൂ. ചോറ് വയ്ക്കാനൊന്നും ഒത്തിരി വൈകി. രാവിലെ പിന്നെ ചോറുണ്ടായിരുന്നതിന് തിളപ്പിച്ചൂറ്റി പുട്ടുണ്ടാക്കി. പിന്നെ മീൻ കറി വെച്ചു. പിന്നെ പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചുറ്റുഭാഗമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വൃത്തിയാക്കി. അത് കണ്ണി കുത്തും പാപ്പു വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വെച്ചു. അതൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ ഒരുവിധം സമയത്തായി. രോഷി ട്യൂഷന് പോയിരിക്കുന്നു, വന്നിട്ടില്ല. പിന്നെന്താണ് പാപ്പി, പിന്നെന്താ പാപ്പിക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കൊക്കരെ കോ 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 കൊക്കരെ കോ 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 കൊക്കരെ കോ 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 കോ. അപ്പോൾ കോഴിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പാപ്പിക്ക്. പാപ്പി കോഴിനെയൊക്കെ പിടിച്ച് കുറച്ച് നേരമൊക്കെ കളിക്കും. പക്ഷെ കൊടുക്കാൻ പേടിയാണ്. എന്താണ്ട ഇത് കമ്പ് പോലെ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും കുത്തി അറിയില്ല. അടുത്തിരിക്കുമ്പോൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഇരുന്ന് TV ഒക്കെ കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കഴിച്ച് ലൈവ് പോയി നമ്മൾ
നമ്മുടെ വാവി ഉറങ്ങും അല്ലേ പാപ്പിയേ? അതല്ലേ നമ്മുടെ വിശേഷം? അതല്ലേ പാപ്പി വിശേഷം? പറയേ, അതേ പറയേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇതൊക്കെയാണ് പാപ്പിക്കുട്ടിക്ക് വാങ്ങിച്ച സാധനങ്ങൾ. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഇങ്ങനെ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ കിട്ടി. അതിലൊക്കെ തന്നെ നമുക്കും സന്തോഷം കൂടുതൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ. പിന്നെ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വരുന്ന സമയത്ത് എപ്പോഴും തേങ്ങ പൊതിച്ചിട്ട് കൊണ്ടുവന്ന് തരും. നമുക്കിവിടെ പൊതിക്കാൻ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പൊതിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് തരിക. തേങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. ഭയങ്കര സന്തോഷമായി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരില്ലേ, നമ്മുടെ അമ്മയോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും വരുന്നൊരു ഫീലാണ് നമുക്ക് തോന്നുക. അല്ലാതെ യൂട്യൂബ് കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ വരുന്നത് പോലെയല്ല കേട്ടോ തോന്നുന്നത്. നമ്മുടെ എത്രയും വേണ്ടപ്പെട്ടവർ വരുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ഇവിടെ വന്ന അവർക്കും നമുക്കും ഒക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ പാട്ട് കുറുമ്പ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ, സി യു.